ഞാൻ ട്രിവാൻഡ്രത്ത് ഹെയർ കട്ടിന് പോയിരുന്നു ഒരു ദിവസം. എന്നുവെച്ചാൽ എൻ്റെ കെട്ടിയാനല്ല ഞാൻ പോയത്. അപ്പോൾ അവിടെ പോയപ്പോൾ അവിടെ ഒരു പയ്യൻ വരും. നോക്കുമ്പോൾ എന്നെ മനസ്സിലായത് ഞാൻ ഇന്നരാണ് സുകുമാരനെയും പറ്റി. ഞാൻ പറഞ്ഞാൽ ഞാൻ എടുത്തുകൊണ്ട് വന്ന കുട്ടിയല്ലേ, എവിടെയാണ് ഇപ്പം? ഞാൻ ഓസ്ട്രേലിയയിലാണ് പഠിക്കുന്നത്. ഞാൻ പറഞ്ഞത് എനിക്കറിയാം. ഓസ്ട്രേലിയയിലേക്ക് പൈസ അയക്കാൻ മല്ലിയും ഞാനൊക്കെ ഒന്നിച്ച് പഠിച്ചത്. അങ്ങനെ നാഗർകോവിലിൽ പോയിട്ട് അങ്ങനെ പൈസ അയക്കുന്നതൊക്കെ കഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ വൈകുന്നേരം ആകുമ്പോൾ രഞ്ജിത്ത് തന്നെ വിളിച്ചു, ഡയറക്ടർ രഞ്ജിത്ത്. ഞാനൊരു പുതിയ പടം എടുക്കുന്നുണ്ട്, അപ്പോൾ അതിനകത്തൊരു നല്ല ഹാൻസം ബോയാണ്. ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ഒരാളെ കണ്ടു, നല്ല കൊച്ചു ഹെർക്കുലീസിൻ്റെ കൂട്ടിരിക്കും, നല്ലൊരാൾ. ആരാണ്? ഞാൻ ഇന്നേരാണ്, ഒന്ന് വരാൻ പറയുന്നിട്ട് ഞാൻ മല്ലിയെ വിളിച്ച് പറയുന്നു. പുള്ളി ട്രെയിനിൽ അവിടെ ചെല്ലുന്നു. വൈകുന്നേരം എന്നെ രഞ്ജിത്ത് വിളിക്കുന്നു. താങ്ക് യു രാജു, താങ്ക് യു സോ മച്ച്. എന്താണ് ഇത്? ഇവനാണ് കറക്റ്റ് എൻ്റെ പടത്തിൽ. അതാണ് നന്ദനം. അങ്ങനെയാണ് പൃഥ്വിരാജ് നന്ദനത്തിൽ വരുന്നത്. പൃഥ്വിരാജ് എൻ്റെ 2 പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, ഞാൻ പ്രൊഡ്യൂസ് ചെയ്തത്. 2 പടവും നന്നായിട്ട്. ഒന്ന് അനന്തഭദ്രവും, പിന്നെ ഒന്ന് പാവാടയും. പുള്ളി ഒരു ഡൗൺ ടു എർത്ത് ക്യാരക്ടർ കൊണ്ടുവരുന്ന ഒരാളായിട്ടായിരുന്നു. അത് പത്മരാജൻ ചേട്ടനും ഞാനും എല്ലാവരും അന്ന് പോകുന്ന ട്രെയിനിൽ നമ്മൾ പോയി കോയമ്പത്തൂർ ഇറങ്ങിയിട്ട് ബൈ റോഡാണ് ഊട്ടി പോകുന്നത്. അപ്പം പത്മരാജൻ ചേട്ടനുണ്ട്, ഒരു പയ്യനുണ്ട്, ആ പയ്യൻ്റെ ഒരു ചേട്ടനുണ്ട്, എല്ലാം ഉണ്ട്. അപ്പം പത്മരാജൻ ചേട്ടൻ ഞാനായിട്ട് ഇങ്ങനെ ഞാൻ കൂടെ സമയത്ത് തന്നെ കൂടെവിടേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ രാജു ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഒന്ന് വായിച്ചു നോക്കണം. ഞാൻ ട്രെയിനിൽ വെച്ച് ഈ പയ്യനാണ് ഇതിനകത്ത് ഈ റോൾ അഭിനയിക്കുന്നത്. ഞാൻ പറഞ്ഞാൽ ഞാൻ മുറിക്കുന്ന സ്ക്രിപ്റ്റ് വായിച്ച് എല്ലാം വായിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പട്ടാൻ ചേട്ടാ ഒരു കാര്യം പറയണ്ട, സ്ക്രിപ്റ്റ് വായിച്ചു ഔട്ട്സ്റ്റാൻഡിങ് ആണ്. വലിയ കാര്യത്തിന് അപ്സെറ്റ് ആവുന്ന ആളാണ് പട്ടാൻ ചേട്ടൻ. ഞാൻ പറഞ്ഞു, ഞാൻ സ്ക്രിപ്റ്റ് ഗംഭീരമാണോ? അല്ലെങ്കിൽ നമ്മൾക്ക് അല്ലെങ്കിൽ ഗംഭീരമുണ്ട്. പക്ഷേ ആ പയ്യൻ മിസ്കാസ്റ്റാണ്. അപ്പോൾ തന്നെ പുള്ളിയുടെ മുഖം മാറി. ഞാൻ പറഞ്ഞ ആ പയ്യൻ സുഹാസിനിയുടെ കൂടെ നടന്നാൽ മമ്മൂട്ടിക്ക് ഒരു ഡൗട്ടും തോന്നുന്നില്ല. അത്യാവശ്യം എന്തെങ്കിലും ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു പയ്യനാണെങ്കിൽ ആ ഒരു പൊസസീവ്നെസ് വർക്ക് ചെയ്യുള്ളൂ. പുള്ളി പല്ല് കടിച്ചോണ്ടിങ്ങനെ. അപ്പോൾ വിചാരിച്ചു എൻ്റെ റോളും പോയെന്ന് ഞാൻ വിചാരിച്ചു. 2 പേർക്ക് ഒന്നിച്ച് പോകാൻ പറ്റുമോ എന്ന് ഞാൻ ആലോചിച്ച് പുള്ളി റിസൾട്ട് എത്തിക്കാനായിട്ട് വിളിയിപ്പോയി. ഞാൻ എണീറ്റ് മുറിയിപ്പോയി. ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തു. നാളെ രാവിലെ വിടും. പെട്ടെന്ന് ദേഷ്യം വരും, ഇത് സഹിക്കത്തില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ രാത്രി കിടന്നുറങ്ങി. അപ്പോൾ എൻ്റെ വീട്ടിൽ പറയും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത് ഉണ്ടായിരിക്കാൻ, പക്ഷേ എനിക്ക് പറ്റില്ല. പിറ്റേന്ന് രാവിലെ പത്മരാജൻ ചേട്ടൻ എൻ്റെ മുറിയിൽ വന്നു ഒരു 5-6 ഫോട്ടോ കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇതിനകത്തുനിന്ന് ഒരു പയ്യനെ ഞാൻ വിളിച്ചിട്ടുണ്ട്, അവൻ്റെ അച്ഛൻ അയച്ച ലെറ്ററാണ് ഇത് ഫോട്ടോ. ഈ ഫോട്ടോ കണ്ടിട്ട് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടോ? ഞാൻ പറഞ്ഞു, എനിക്ക് ഇതിനകത്തൊന്നും കാര്യമായിട്ട് ഇഷ്ടപ്പെടില്ല. എന്നാൽ ഈ പയ്യൻ എങ്ങനെയുണ്ട്? ഈ പയ്യൻ എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. അവൻ്റെ പരീക്ഷയായിരുന്നു, സ്കൂൾ അടച്ചത്. ഇതിൻ്റെ ഓപ്പോസിറ്റിൽ നമ്മൾ താമസിക്കുന്ന ഒരു ഹോട്ടലുണ്ട്, എൻ്റെ പേരൊന്നും നമ്മളത് റെക്സ് സ്കൂളുണ്ട്, അവിടെ പഠിക്കുന്നൊരു പയ്യൻ വരും. ഇപ്പം രാജു ഒന്ന് നോക്കും. അപ്പോൾ ഞാൻ നോക്കും, ഒരു ജീൻസ്, നീല ജീൻസ്, ഒരു ചുവന്ന ബനിയന്മാരി ഇട്ട് ഇങ്ങനെ ഒരു പയ്യൻ അന്ന് വെളിയിൽ നിൽക്കുന്നു. ഇവൻ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. നമ്മൾ ഇവൻ കൂടെ നടന്നാൽ മമ്മൂട്ടി സംശയിക്കും. അത്യാവശ്യത്തിന് മീശയും താടിയും പുതുച്ചപ്പൂടെയൊക്കെ ഉണ്ട്, ഇവ കറക്റ്റാണെന്ന് പറയും. അങ്ങനെ അവനെ കാസ്റ്റ് ചെയ്തു. അവൻ്റെ പേര് വേറൊന്നാണ്, റഹ്മാൻ, അച്ഛൻ്റെ പേരാണ് റഹ്മാൻ. അങ്ങനെയാണ് ആ പടത്തിൽ വരുന്നത്. അപ്പോൾ ഇവിടെ തുടങ്ങുന്നുള്ളൊരു പടത്തിന് ഒരു സോങ് എടുക്കുന്നുണ്ട്. റഹ്മാനും രോഹിണിയും കൂടെ അവിടെ ഡാൻസ് ചെയ്യുന്നു, ഞാനിവിടെ മേക്കപ്പ് ഇട്ടിരിക്കുന്നത്. അടുത്ത ഷോട്ട് കഴിഞ്ഞു വരുന്നു. അപ്പം ഡൽഹിയിൽ നിന്ന് പെൺകുട്ടികളുടെ സുന്ദരികളാണ്, ഡൽഹിയിൽ നിന്ന് വരുന്ന പെൺപിള്ളേരുടെ ഒരു ബസ് വന്ന് നിൽക്കുന്നു. അവർ പെണ്ണുങ്ങളൊക്കെ നോക്കുമ്പോൾ ഫോട്ടോ ഇട്ടിട്ട് ഡാൻസ് മൂവ്മെൻറ്റൊക്കെ റഹ്മാനും രോഹിണി ചെയ്യുന്നുണ്ട്. അവർ ഹൗ സ്വീറ്റ്, ഹീ സോ നൈസ്, ഹീറോ വെരി ഹാൻസം. ഞാൻ മേക്കപ്പ് ഇട്ടിരിക്കുന്നുണ്ട്, ഇതിലുള്ള ആളാണെന്ന് മനസ്സിലായി. നോ, വാട്ട് ഈസ് ഹിസ് നെയിം? ഹീറോസ് നെയിം? ഹിസ് നെയിം മണിയമ്പിള്ള രാജു. ഹായ് മണിയമ്പിള്ള രാജു, ലവ് യു മണിയമ്പിള്ള രാജു, ലവ് യു ടാറ്റ എന്ന് പറയുമ്പോൾ അന്തപ്പെടുമ്പം ഇതിൽ ഒരു പെണ്ണിന് എന്തോ ഒരു സിമ്പതി തോന്നി എൻ്റെ അടുത്ത്. വാട്ട് ഈസ് യുവർ നെയിം? മൈ നെയിം ഈസ് റഹ്മാൻ. ഞാൻ റഹ്മാൻ്റെ അടുത്ത് പറഞ്ഞു. റഹ്മാന് അത് മണിയമ്പിള്ള രാജു എന്ന് പറഞ്ഞതിൽ സങ്കടമില്ല. ഞാൻ റഹ്മാൻ പറഞ്ഞു, അതുകൊണ്ട് അയാളുടെ കല്യാണത്തിന് എന്നെ വിളിച്ചില്ല. അപ്പോൾ ഞാൻ കണക്ഷൻ പറഞ്ഞാണ്. നല്ല പേനാണ്, നൈസ് ബോയ്, അന്നും ഇന്നും എപ്പോഴും. തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്നത്തെ ഒരു പൊസിഷനിൽ എത്താൻ ഏറ്റവും സഹായിച്ചത് എന്താണ് താങ്കൾ? ഒരു ഫയർ ഉണ്ടായിരുന്നു, ആ ഫയറിലുപരി എന്താണ് ഒരു ഫാക്ടർ? അല്ലെങ്കിൽ തിരിഞ്ഞു നോക്കുമ്പോൾ എന്താ തോന്നുന്നത് ഇപ്പോൾ? അല്ല, ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ഒരുപാട് ഈ പറഞ്ഞ സ്ട്രഗിൾ ചെയ്തു. ഒരുപാട് സമയങ്ങളിൽ ഒരു ദിവസങ്ങളിലൊക്കെ ഒറ്റയ്ക്ക് ഇരുന്ന് കരയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ വിചാരിച്ചിടത്തെത്തി.
എൻ്റെ ആഗ്രഹം അങ്ങനെ ഈ കോടിയിൽ വാങ്ങിയത് സൂപ്പർ സ്റ്റാർ ആവണമെന്നുള്ള ഒരു സ്വഭാവ നടൻ ഇതിനകത്ത് 50 കൊല്ലം നിൽക്കാൻ പറ്റിയത് ഭാഗ്യമല്ലേ. എൻ്റെ കൂടെ അഭിനയിച്ചവരും അമ്മ തുടങ്ങിയതിന് ശേഷം തന്നെ 100-120 പേര് മരിച്ചിട്ടുണ്ട്. എൻ്റെ കൂടെ സിനിമയിൽ വർക്ക് ചെയ്ത് തന്നെ 400ഓളം പേര് മരിച്ചു വരുന്നുണ്ട്, ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും. ഞാൻ ഒന്നുമില്ലെങ്കിലും ഈ പറഞ്ഞ ഒരു 50 കൊല്ലം പിടിച്ച് നിൽക്കാൻ പറ്റി. ഇത്രയും സിനിമകളിൽ അഭിനയിച്ചു, ഇത്രയും സിനിമകളിൽ അഭിനയിച്ചു. എത്ര ഡയറക്ടേഴ്സ്, എത്ര ലൊക്കേഷൻ, എത്ര രാജ്യങ്ങൾ, എല്ലാം ഇതിനകത്തൂടെ നടന്നില്ലേ സംഭവങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ എനിക്ക് അതിൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് ആയിരത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഈശ്വരൻ്റെ കാര്യം പറയണം. പിന്നെ എനിക്ക് ഒരു സിംഗിൾ ചായ തന്ന കുട്ടിയുടെ പോലും നന്ദിയുണ്ട്, സ്നേഹമുണ്ട്. അവരെല്ലാം ഇതുണ്ടല്ലോ, അത് ഒരാളായിട്ടൊരു പറയാൻ പറ്റത്തില്ല. ഈ ഒരുപാട് സ്ട്രഗിൾസിലൂടെ കടന്നുപോയ ആളായതുകൊണ്ട് ഇപ്പം ഈ സിനിമ മോഹമായി നിൽക്കുന്ന ഒരുപാട് ചെറുപ്പക്കാർ നമ്മുടെ മുന്നിലുണ്ട്. അവരോട് എന്താ പറയാനുള്ളത്? ഫൈറ്റ് ചെയ്യണം, അത്രേ പറ്റും. ഇപ്പം ഞാൻ പറയാം, ഞാൻ മുമ്പ് പറയാറുള്ള കുട്ടികളത്തൊക്കെ നമ്മളിങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് ഒരു മാങ്ങ നിൽക്കുന്നു. നമ്മുടെ മനസ്സിലൊരു ആഗ്രഹവും സ്വപ്നം വേണം മാങ്ങ. എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കല്ലെടുത്തെറിയും, അല്ലെങ്കിൽ തോട്ടിയിട്ട് പറിക്കും, അല്ലെങ്കിൽ മതിൽ കയറിയെന്ന് പറയും. ആഗ്രഹമുള്ളതുണ്ട്. ആഗ്രഹമില്ലാത്ത നടന്ന് സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കും. ആഗ്രഹമുള്ളവൻ അത് കൈക്കലാക്കും. അപ്പം നമ്മുടെ മനസ്സിലൊരു അംബീഷൻ വേണം, അതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടണം, അല്ലെങ്കിൽ അതിനുള്ള വഴികൾ കണ്ടെത്തണം. എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എല്ലാ കാര്യങ്ങളിലും ഒരു ഈ നേരത്തെ നിങ്ങളുടെ ഫുഡിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു വിഷൻ ഉണ്ടല്ലോ, അതുണ്ട് എനിക്ക്. എന്നെ സംബന്ധിച്ചുള്ള ഒരു എന്താ പറയുക, ഒരു സഹജീവികളോടത്തുള്ള സ്നേഹവും പെരുമാറ്റവും മാത്രമാണ് എൻ്റെ അഭിനയം അല്ലാത്തത്. അത് എൻ്റെ റിഫ്ലക്ഷൻ തന്നെയാണ് സംഭവം. ഇപ്പോൾ എനിക്ക് പെട്ടെന്ന് നിങ്ങളുടെ ദേഷ്യം വരും, നിങ്ങൾ എന്താ അങ്ങനെ ചോദിച്ചാൽ അത് എന്ന് ചോദിക്കുന്നത് അതെൻ്റെ ജെന്യൂനായിട്ടുള്ളതാണ്. അല്ലാതെ നിങ്ങൾക്ക് എന്ത് പത്രക്കാർക്ക് തോന്നും, നിങ്ങളെ പേഴ്സണാലിറ്റി ഹർട്ട് ചെയ്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയാം, അങ്ങനൊരു ഇതില്ല. എൻ്റെ വൈഫ് പറയും സംസാരിക്കുമ്പോൾ ഒന്ന് ചേട്ടാ സൂക്ഷിച്ചു എന്തിനിങ്ങനെ എന്നൊക്കെ പറയുന്നത്. ഞാൻ അയ്യോ അതൊക്കെ ബുദ്ധിയുള്ളവർക്ക് പറഞ്ഞിട്ടില്ല, ഞാനില്ല. എന്താ പറയുക, ഡയറക്ഷന് വേണ്ട ഒരു കാര്യങ്ങളൊന്നും മെയിൻ ക്ഷമയാണ്. എന്നെ സംബന്ധിച്ചോളം എൻ്റെ മൈനസ് പോയിൻറ്റും എനിക്ക് കുറവുള്ളതും ക്ഷമയാണ് സംഭവം. ഞാൻ ഒരു ധൃതി വെപ്രാളത്തിൻ്റെയൊക്കെ ആളാണ്. ആകെപ്പാടെ അടങ്ങി ഒതുങ്ങിയിരിക്കുന്നു. ഇപ്പോൾ ഇരുന്ന് ഇത്രയും നേരം. അതുപോലെ തിയേറ്ററിൽ സിനിമ കാണാൻ പോയാലും ഇരിക്കും. എന്നാലും അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഈ പഴയ താങ്കൾ ഈ കോളേജ് ചിത്രങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, കോളേജ് തീമായിട്ടുള്ള. ഇപ്പോൾ ഉള്ള അതുപോലുള്ള തീമിൽ സിനിമ ഇറങ്ങുന്നുണ്ട്. അപ്പം ആ ഒരു കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ ഇപ്പം ആളുകൾ എന്താ, യൂത്ത് എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് സിനിമ ആസ് എ പ്രൊഡ്യൂസർ? താങ്കൾ ഇപ്പോൾ സംബന്ധിച്ച് ഇപ്പോൾ സിനിമ കാണുന്ന വലിയൊരു വിഭാഗം എന്ന് വെച്ചാൽ നമ്മൾ അവരെ പണ്ട് ഫാമിലി കയറിയാലേ പറ്റുള്ളൂ. ഇപ്പോൾ എല്ലാത്തരം ആൾക്കാരും കയറിയ ഒരു പടമാണ് രാജമാണിക്യം. ലോ ക്ലാസ്സും കയറി, ഹൈ ക്ലാസ്സും കയറി, വയസ്സായാലും കയറി, കുട്ടികളും കയറി, എല്ലാം കയറി. അതുപോലെയാണ് ഇപ്പം തുടരുന്നുള്ള സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. എല്ലാത്തരം ആൾക്കാരും കാണുന്നുണ്ട് സംഭവം. ഞാൻ പറഞ്ഞില്ലേ, ചോദിച്ചത് ഈ കോളേജിൻ്റെ സബ്ജക്റ്റ് വരെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈ പറഞ്ഞ 18 വയസ്സ് തൊട്ട് 48 വയസ്സുകളിലായിട്ട് മറന്നുകൊണ്ട് സിനിമ എടുക്കാൻ പറ്റുന്നത്. ഞാൻ അഭിനയിച്ചൊരു കോളേജ് സബ്ജക്റ്റിലെല്ലാം ഒന്നാണ് സർവകലാശാല. അത് വേണ്ട അതുപോലെ അല്ല ഉണ്ട് കോളേജ് സബ്ജക്റ്റ്. ഇതിൻ്റെ ചിലവിൻ്റെ കാര്യം തന്നെ. ഇത്രയും സ്റ്റുഡൻസിനെ കൊണ്ടുവന്ന് അവർക്ക് പൈസ കൊടുത്ത് അവർ നിർത്തി ഇത്രയും ദിവസമുള്ള മെനക്കേടൽ നോക്കിയിട്ട് ഒഴിവാക്കുന്നതാണോന്ന് എനിക്ക്. പിന്നെ അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് സബ്ജക്ട് തീം എന്ത് യൂത്തിന് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള തീം അത് എങ്ങനെ മാറിയിട്ടുണ്ടോ ഓവർ ദ ഇയേഴ്സ്? എന്തായാലും ശരി തന്നെ. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു ജനറേഷന് തിയേറ്റർ എക്സ്പീരിയൻസ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഘടകം. പറയാതിരിക്കാൻ വയ്യ. തിയേറ്ററിൽ ചെന്ന് അവർ എൻജോയ് ചെയ്യണ്ടേ. അല്ലാതെ ഒരു സീരിയൽ കാണുന്ന ലാഘവത്തോടുകൂടി ഒരു ലൈറ്റ് പടം ഇങ്ങനെ ടി വി വരുമ്പോൾ താടി കൈ കൊടുക്കുന്നത് കാണാൻ അവർക്ക് താല്പര്യമില്ല. കണ്ടന്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കണ്ടന്റ് തന്നാവണം. മാറിയതല്ല, ഈ മാറ്റങ്ങൾ ഓരോരുത്തർ കൊണ്ടുവരുന്നതാണ് സംഭവം. ഇവിടെ ഇങ്ങനെ ഒരു കഥ ഇല്ലായിരുന്നു, പക്ഷേ എന്നാലും ഇപ്പം തുടരും വന്നില്ലേ, ഒരു കഥ വന്നില്ല, അതിനകത്ത് വേറെ ഏതെങ്കിലും പടത്തിൻ്റെ ബന്ധമുണ്ടോ എന്തുകൊണ്ടോന്നൊന്നും ആരും നോക്കുന്നില്ല. പക്ഷെ പടം വരുമ്പോൾ അവർ ആ 2.25 മണിക്കൂർ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ അവർക്ക് മോഹൻലാലിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. മോഹൻലാലിനെ എന്താ പറയുക, വളരെ ആളുകൾക്ക് ശേഷം ഒരു എന്താ പറയുക, ഒരു ടാക്സി ഡ്രൈവറായിട്ട് സാധാരണക്കാരൻ, അത് അങ്ങനെയുള്ള മോഹൻലാലിനെ എല്ലാവർക്കും ഇഷ്ടമാണ്. എനിക്ക് വലിയ ആഗ്രഹമുണ്ട് സ്റ്റീവൻ സ്പിൽബർഗിൻ്റെ പടത്തിൽ കൊള്ളാം. തരണ്ടേ, ഞാൻ ആഗ്രഹിച്ച പോലെ സ്പിൽബർഗിനും കൂടെ തോന്നണ്ടേ. എന്താ അങ്ങനെ ആഗ്രഹങ്ങളൊന്നുമില്ല. ആര് വിളിച്ചാലും എനിക്ക് പറയാവുന്നത്. ഇവിടെ ഇപ്പോൾ പുതിയ ഡയറക്ടേഴ്സാണ് ഏറ്റവും കൂടുതൽ പടം ചെയ്യുന്നത്. അവരെ ടാലൻസ് നമുക്ക് അറിയാം. വരുന്നവരൊക്കെ അത്ഭുതങ്ങൾ കാണിച്ചുകൊണ്ട്, ഇവിടെ മാത്രമല്ല തമിഴിലും. അതുകൊണ്ട് നമുക്ക് ഇന്നാരെ പടത്തിൽ അഭിനയിക്കുന്ന പറഞ്ഞ് ബാക്കിയുള്ളവർ വിളിക്കാതെ ആക്കരുത്.